ഹായ് ഫ്രണ്ട്സ്, എസ് മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാലയിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം. അതിന് തന്നെ PG റിസൾട്ടുമായി ബേസിച്ചിട്ടുള്ള കാര്യമാണ്. ഒന്നാം സെമസ്റ്റർ MA മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, MA മ്യൂസിക്, MA മ്യൂസിക് വീണ, MA മ്യൂസിക് വയലിൻ റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് SLCM 2021-2022 അഡ്മിഷൻ വിദ്യാർത്ഥികൾ www.slcm.keralauniversity.ac.in മുഖേനയും സപ്ലിമെൻ്ററി വിദ്യാർത്ഥികൾ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾ www.sm.keralauniversity.ac.in മുഖേനയും ഏപ്രിൽ 15-നകം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെയാണ് MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറുകാരുടെയും റിസൾട്ട് റെഗുലർ സപ്ലിമെൻ്ററി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2021-2022 അഡ്മിഷൻകാർ 2019-20 അഡ്മിഷൻകാർ ഏപ്രിൽ 15-നകം വെബ്സൈറ്റ് മുഖേനയോ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. ദെൻ MSc മാത്തമാറ്റിക്സ് റെഗുലർ സപ്ലിമെൻ്ററി ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളുടെ പുതുക്കിയ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്ക്രൂട്ടിനിക്ക് നിങ്ങൾ 2019, 2020, 2021, 2022 അഡ്മിഷൻകാർ ഏപ്രിൽ 14-നകം SLCM പോർട്ടൽ വഴി, അതുപോലെ തന്നെ സപ്ലിമെൻ്ററി വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ exam.keralauniversity.ac.in സൈറ്റിലൂടെ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇനി ടൈം ടേബിൾ ഡീറ്റെയിൽസ് ആണ്. May 2 ആരംഭിക്കുന്ന 6ാം സെമസ്റ്റർ ത്രിവത്സര യൂണിറ്ററി LLB ഡിഗ്രി പരീക്ഷയുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. അതുപോലെ ജൂൺ 10 ആരംഭിക്കുന്ന 4ാം സെമസ്റ്റർ MFA പെയിൻറ്റിംഗ് സ്കൾപ്ചർ റെഗുലർ 2021 അഡ്മിഷൻ സപ്ലിമെൻ്ററി 19-20 അഡ്മിഷൻ ജൂൺ 2024 പരീക്ഷകളുടെ ടൈം ടേബിളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദെൻ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ വിഭാഗം 2023 ഒക്ടോബറിൽ നടത്തിയ 4ാം സെമസ്റ്റർ BCom പരീക്ഷയുടെ സ്ക്രൂട്ടിനിക്ക് പുനർനിർണ്ണയത്തിന് റീവാലുവേഷന് അവസാന തീയതി 2024 ഏപ്രിൽ 12 വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി മറ്റൊന്ന്, 2ാം സെമസ്റ്റർ BBA, BCA, BA, BSc, BCom, BPA, BSW, BVOC, BMS എന്നീ കരിയർ റിലേറ്റഡ് ഡിഗ്രി പരീക്ഷകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക്, അതായത് സ്ക്രൂട്ടിനിക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഫോട്ടോ തിരിച്ചറിയൽ കാർഡും പ്രസിദ്ധ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റുമായിട്ട് ഏപ്രിൽ 8 മുതൽ 19 വരെയുള്ള പ്രവർത്തനങ്ങളിൽ EJ 3 സെക്ഷനിൽ ഹാജരാകേണ്ടതാണെന്നുള്ള കാര്യമാണ് യൂണിവേഴ്സിറ്റി പ്രസ് റിലീസിലൂടെ അറിയിച്ചിട്ടുള്ളത്. ആൻഡ് നമുക്കറിയാം PGയുടെ എക്സാം ഡേറ്റ് 15 എന്നുള്ളത് കമൻസ്മെൻറ്റ് ഡേറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുവരെ ടൈം ടേബിൾ പബ്ലിഷ് ആയിട്ടില്ല. അപ്പം അത് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. 15 പറഞ്ഞിട്ട് ടൈം ടേബിളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ എന്നുള്ളത്. സാധാരണ റൂൾ പ്രകാരം ഒരു 15 ഡേയ്സ്, ഇപ്പം പരീക്ഷയ്ക്ക് ഒരു 10 ഡേയ്സ് മുമ്പെങ്കിലും ടൈം ടേബിൾ പബ്ലിഷ് ആക്കണം എന്നുള്ള കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ പരീക്ഷയ്ക്ക് 3-4 ദിവസങ്ങൾക്ക് മുമ്പും ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള സമയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്തായാലും 15 തന്നെയാണ് ഇപ്പോഴും ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ഡേറ്റ് തന്നെയാണ് കൺഫേം ആയി കിടക്കുന്നതും. അതിൽ മാറ്റമൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ആൻഡ് ടൈം ടേബിൾ മേ ബി ഒരു 2 or 3 ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ 4 ഡേയ്സിന് മുമ്പെങ്കിലും തീർച്ചയായിട്ടും വരും എന്നുള്ളത് തന്നെയാണ് ഹോപ്പ്. കൂടുതൽ ക്ലാരിറ്റിയോടെ ഒഫീഷ്യൽ ഇൻഫോർമേഷൻ അറിയുന്ന സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. താങ്ക്